പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇഗ്നൈറ്റ് ദ ഹോപ്പ് മിനിസ്ട്രീസിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മനോഹരമായൊരു പാൽക്കാലം കാണുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചല്ലോ. ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിലെ വചനവുമായി ആയിരിക്കാൻ നമുക്കൊരുമിച്ചായിരിക്കാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. അവിടുത്തെ വചനവുമായി കർത്താവെ, നിന്റെ ദാസന്മാരും ദാസിമാരും ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. അവിടെ ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. അവിടെ ഇനിയും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം, അതിൻ്റെ 13-14 വാക്യങ്ങൾ, 15 വാക്യങ്ങൾ വായിക്കാം. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ വാക്യം, അവർ സംസാരിച്ചും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സംഭവിക്കുന്നതായ, അല്ലെങ്കിൽ സംഭവിക്കുവാൻ പോകുന്നതായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. 2 ശിഷ്യന്മാർ ഒരുമിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയൊരു സംഭവ വികാസത്തെക്കുറിച്ച്, ഒരു വലിയ സംഭവത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടുപോവുകയാണ്. അവിടെ സംസാരത്തിലൊക്കെയും അതിനു മുമ്പുള്ള അതിനുശേഷമുള്ള വാക്യങ്ങളൊക്കെയും ഭാഗം നാം വായിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം താഴേക്കുള്ള ഭാഗങ്ങൾ നാം വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വലിയ സംഭവം അന്ന് യെരുശലേമിൽ നടന്നിരുന്നു. പലർക്കും ഭയമുണ്ടായ ഒരു സാഹചര്യമായിരുന്നു. പലരും നിരാശപ്പെട്ടു പോയി. ഒരു നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ നേതാവിനോടൊപ്പം നടന്ന ആളുകളെല്ലാം ഭയചകിതരായി. ഭയപ്പെട്ട് അവർ പല പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുകയോ അല്ലെങ്കിൽ ഒളിച്ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ കൊല്ലപ്പെട്ട ഈ നേതാവിൻ്റെ അനുയായികളാണ് ഇപ്പോൾ യെരുശലേമിൽ നിന്ന് എമ്മൗസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നടന്നു പോകുന്നത്. അപ്പോൾ അവർ നടന്നു പോകുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. പ്രിയ സഹോദര സഹോദരി, ഞാനൊരു കാര്യം ഈ പൽക്കാലം ഓർമ്മിപ്പിക്കട്ടെ. നാം പലപ്പോഴും തർക്കിക്കുകയും നാം പലപ്പോഴും സംവാദിക്കുകയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മോട് ചേർന്ന് വന്നിരിക്കുകയോ അല്ലെങ്കിൽ നമ്മോട് ചേർന്ന് നടക്കുകയോ ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ പകൽക്കാലം ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ ആ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരുടെ ആ നിരാശാജനകമായ സാഹചര്യം വളരെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു അത് മനസ്സിലാക്കിയിരുന്നു. അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതിനെന്താ കാരണങ്ങൾ? ഇനിയും ഭാവിയിൽ എന്ത് സംഭവിക്കും? ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അവർ ചിന്തിക്കുകയും തർക്കിക്കുകയും ചെയ്തത്. അവരുടെ ചിന്താമണ്ഡലത്തിൽ പ്രത്യാശയ്ക്ക് വകയുള്ള ഒരു കാര്യവുമില്ല. 3.5 വർഷക്കാലം ഈ ഗുരുവിനോടുകൂടെ നടന്നിട്ട് ഒരു പരിതാപകരമായ അന്ത്യം ആണല്ലോ സംഭവിച്ചത്. ഇതാണ് അവരെ അലട്ടിക്കൊണ്ടിരുന്ന വലിയ പ്രശ്നം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതീക്ഷകൾ വെച്ച്, മാനുഷികമായ പ്രതീക്ഷകൾ വെച്ച്
നാം പലപ്പോഴും പോകാറുണ്ട്. ആ പ്രതീക്ഷകൾ സഫലമായില്ലെങ്കിൽ, അത് സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എങ്കിൽ സ്വാഭാവികമായി നാം നിരാശപ്പെടാറുണ്ട്. അതൊരു മാനുഷിക സ്വഭാവമാണ്. ആ മാനുഷികമായ ആ അവസ്ഥകളെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തുവെന്ന് ഈ പൽക്കാലം ഞാൻ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുന്നു. എല്ലാ സാഹചര്യങ്ങൾക്കും മറുപടിയായി അല്ലെങ്കിൽ പരിഹാരമുണ്ടാക്കിക്കൊണ്ട് കടന്നു വരുന്ന നമ്മുടെ കർത്താവിനായി ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവർക്ക് തോന്നിയത് ഇതൊരു കെട്ടുകഥയായിരിക്കാം. യേശുക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതുവരെയും അങ്ങനൊരു സംഭവം ഈ ലോകത്തിൽ സംഭവിച്ചിട്ടില്ല, ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ല. അതൊരു കെട്ടുകഥയായിരിക്കാം, അല്ലെങ്കിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് ഉള്ള ഒരു രസകരമായ, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന അപസർപ്പക നോവല് പോലെ ഉള്ള ഒരു കഥ ആരോ കെട്ടിച്ചമച്ച് വിട്ടതായിരിക്കാം. അവര് പത്രോസ്ലീഹയെ പോലെ പലതും ചെക്ക് ചെയ്യുന്നുണ്ട്, തിരുവെഴുത്തുകളൊക്കെ അവർ നോക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും തിരുവെഴുത്തുകളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെങ്കിൽ എങ്കിലും ഇങ്ങനെ സംഭവിക്കുമോ? നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അവർ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറയും അങ്ങനെ വചനത്തിലുണ്ട്. വചനത്തിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു, ഇതുവരെ എങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. അവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് തെളിവ് ഉണ്ട് എന്ന വചനം, തിരുവെഴുത്തുകൾ പറയുമ്പോൾ ഇതെങ്ങനെ വിശ്വസിക്കുവാൻ പറ്റും? ഇടയ്ക്കിടയ്ക്ക് അവർ വചനം ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ സംഭവിച്ചത് കർത്താവുമായിട്ടുള്ള അവരുടെ ആ കൂടിക്കാഴ്ച, ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ടുള്ള അവരുടെ കൂടിക്കാഴ്ച ഉയർത്തെഴുന്നേൽപ്പിനെ അംഗീകരിപ്പാൻ ഇടയായിത്തീർന്നു. എമ്മൗസിലേക്ക് നടന്നുപോയ ശിഷ്യന്മാർ അത് അംഗീകരിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുകയുള്ളൂ. ഉയർത്തെഴുന്നേൽപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അത് ലോകമെങ്ങും അംഗീകരിക്കേണ്ടിയിരിക്കുന്ന ഒരു സത്യമാണ്. അപ്പൊ യേശുക്രിസ്തു പാപികളെ രക്ഷിച്ചത് എങ്ങനെയാണ്? തൻ്റെ മരണത്തിൽ കൂടെയും തൻ്റെ പുനരുദ്ധാനത്തിൽ കൂടെയും. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. ലോകത്തിലുള്ള ബയോളജിക്കൽ മരണമല്ല, ശാസ്ത്രം പറയുന്ന മരണമല്ല, പിന്നെയോ അതിനപ്പുറമായുള്ള നിത്യതയിലേക്കുള്ള ജീവൻ പ്രദാനം ചെയ്യുന്നത് കർത്താവ് യേശുക്രിസ്തുവിനല്ലാതെ ഒരാർക്കും കഴിയുകയില്ല. അപ്പൊ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ഒരു സത്യമാണെന്ന് വിശ്വസിക്കണമെങ്കിൽ യേശുക്രിസ്തുവുമായി നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, രക്ഷാനിർണയം പ്രാപിക്കുവാൻ ദൈവത്തിന് മഹത്വം. അപ്പോസ്തലനായ പൗലോസിനെയും കൂട്ടാളിയ ശീലാസിനെയും ഒരു ജയിലിൽ പിടിച്ചൊരിക്കൽ അടച്ചപ്പോൾ അവിടെ ഒരു വലിയ സംഭവം ഉണ്ടായി. ഭൂമി കുലുക്കം കൊണ്ട് ജയിലിലെ കഥകളൊക്കെ തുറന്നുപോയി, ചങ്ങലകളൊക്കെ അഴിഞ്ഞു, എല്ലാവരും സ്വതന്ത്രരായി. ജയിലർ വിചാരിച്ചു എല്ലാവരും ഇറങ്ങിപ്പോയി,
അതുകൊണ്ട് എൻ്റെ ജീവൻ അപകടത്തിലാകും, ഞാൻ കുറ്റക്കാരനായി കാണും. അതുകൊണ്ട് അയാളെ തന്നെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ പൗലോസും ശ്രീലാസും പറഞ്ഞു, നീ നിന്നെ തന്നെ അപകടപ്പെടുത്തരുത്. ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊരു വിടുതലായി. അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് ജയിലർ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, രക്ഷ പ്രാപിക്കുവാൻ യജമാനന്മാരെ ഞാൻ എന്ത് ചെയ്യണം? പ്രിയ സഹോദര സഹോദരി, രക്ഷിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ നമുക്കൊന്നു മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, വാ കൊണ്ട് ഏറ്റുപറയുകയും ജലത്തിൽ സാക്ഷീകരിക്കുകയും ചെയ്യുന്ന ഏവനും തൻ്റെ മക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. അവന് ക്രിസ്തു യേശുവിനെ രക്ഷിതാവെന്ന വാ കൊണ്ട് ഏറ്റുപറയുക, അവനെ നമ്മുടെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുക, അവൻ്റെ കൽപ്പന അനുസരിച്ച് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നടക്കുക. അതാണ് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്ന് ഇപ്പോൾ കാലം ഓർമ്മിച്ചുകൊള്ളട്ടെ. ആ കർത്താവിനെ അംഗീകരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നാം ഇതിനു മുമ്പേ ഞാൻ പ്രസ്താവിച്ചതുപോലെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് അവർ കർത്താവിൽ പൂർണ്ണമായി സമർപ്പിക്കുവാനിടയായിത്തീർന്നു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാര് അപ്പോൾ അതിനു മുമ്പ് അവർ സമർപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം പൂർണ്ണമായൊരു സമർപ്പണത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഒരു എൻകൗണ്ടർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്ന് പറയുന്നതായിരിക്കാം സത്യം. അതിനായിരിക്കാം കൂടുതൽ കുറെ കൂടെ ശക്തിയുള്ളത്, കുറെ കൂടെ എംഫസിസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് പൂർണ്ണമായി മനസ്സിലാകുവാൻ ഇടയായിത്തീർന്നു. പൂർണ്ണമായി ക്രിസ്തു യേശു കർത്താവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. അതിന് കർത്താവിനെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്താണ് അതിനുള്ള പോംവഴി? കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കുക, കർത്താവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. കർത്താവ് ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കെല്ലാമായി. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ നിങ്ങളിൽ നമ്മിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു അനർത്ഥവും ഭവിക്കാതെ, ഒരു ബാധയും കൂടാരത്തിന് എടുക്കാതെ എല്ലാ വഴികളിലും കാക്കേണ്ട ദൂതന്മാരോട് കൽപ്പന പുറപ്പെടുവിക്കുവാൻ സ്വർഗം ഇടയായിത്തീരും. അതുകൊണ്ട് നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രയാസം വരികയില്ല എന്നുള്ളതല്ല ഇതിനർത്ഥം. പക്ഷെയോ നമുക്കൊരു പ്രത്യാശ കിട്ടും. നമുക്കൊരു പ്രത്യാശ എന്ന് നമ്മളിൽ നിലനിൽക്കും. മഹത്വത്തിൻ്റെ പ്രത്യാശ. കാരണം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ എന്തെങ്കിലും സംഭവിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ താൽക്കാലികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും അതിനപ്പുറമായി ശ്രേഷ്ഠതയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് എന്നിൽ വസിക്കുന്നത് എന്നുള്ള ആ വിശ്വാസം നമ്മെ പിന്നെയും പിടിച്ചു നിർത്തുവാനിടയായിത്തീരും. പലരും നിരാശപ്പെട്ട് ആത്മഹത്യയിലേക്കും മറ്റുള്ള പാപപ്രവൃത്തികളിലേക്കും, നശിക്കുന്ന ശരീരത്തെയും ജഡത്തെയും നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കും പ്രവേശിക്കുവാൻ ഇടയായിത്തീരുമ്പോൾ ഒരു ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും ആ നിരാശ, താൽക്കാലികമായ നിരാശകളൊക്കെ നമ്മിൽ കടന്നു വരുമെങ്കിലും അതൊക്കെയും മാറി എനിക്കൊരു പ്രത്യാശയുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഐ ഹാവ് എ ഹോപ്പ്. എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട് എന്ന് പറയുവാൻ ഇടയായിത്തീരും. നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു ദൈവം, നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് നമുക്കപ്പോൾ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. ഈ ശിഷ്യന്മാർക്ക് പറ്റിയത്, അവർ പരാജയപ്പെട്ടത് എൻ്റെ ഒരു കാരണം ക്രിസ്തുവിൻ്റെ പീഡയാണ് തേജസ്സിലേക്കുള്ള വഴിയെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തു പീഡ അനുഭവിച്ചത് കൊണ്ട്, ശരീരത്തിൽ ദണ്ഡനം അനുഭവിച്ചത് കൊണ്ട് നമുക്ക് സൗഖ്യം ലഭിച്ചു. യെശയ്യാപ്രവചനത്തിൽ വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ അവൻ ഏറ്റ അവൻ്റെ അടിപ്പാടുകൾ നമ്മുടെ സൗഖ്യത്തിന് കാരണമായി തീർന്നു.
അത് മനസ്സിലാക്കുവാൻ അവർക്ക് കർത്താവിൻ്റെ മരണ പുനരുദ്ധാനം വരെയും കഴിയാതെ പോയി. കർത്താവിനെ ക്രൂശീകരിച്ചപ്പോൾ അവർ വിചാരിച്ചു ഇതോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന്. വാസ്തവത്തിൽ അതോടുകൂടെ എല്ലാം ആരംഭിക്കുകയായിരുന്നു. ഒരു പുതിയ ആരംഭം, ഒരു പുതിയ യുഗത്തിലേക്ക് ലോകം, മാനവരാശി പ്രവേശിച്ച ഒരു സംഭവമായിരുന്നു കർത്താവിൻ്റെ പീഡയും മരണവും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത് വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, അവൻ മരിച്ചു, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യാശയ്ക്കുള്ള വഴി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ പീഡകളാണ് എനിക്ക് ജീവൻ ലഭിക്കുവാൻ കാരണമായി തീർന്നത്. അവർക്ക്, ശിഷ്യന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയ വേറൊരു കാര്യം, അവർ വിചാരിച്ചു പിതാവാൻ ദൈവം വന്ന് ക്രിസ്തു യേശുവിനെ, പുത്രനെ ആ ക്രൂശിൽ നിന്ന് താഴെ ഇറക്കുമെന്നായിരുന്നു. അങ്ങനെയല്ല. അതവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ വിചാരിച്ചു ഈ കർത്താവ് ഇത്രയും അത്ഭുത പ്രവൃത്തികൾ ചെയ്തവനല്ലേ, ഇവൻ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാമല്ലോ. പ്രിയ ദൈവമക്കളെ, കർത്താവ് ക്രൂശിൽ നിന്ന് പീഡ അനുഭവിക്കാതെ ഇറങ്ങി പോന്നിരുന്നെങ്കിൽ നമുക്ക് പാപമോചനം ലഭിക്കുകയില്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾ കഴുകുവാൻ ഇടയാകാതെ വന്നേനെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം മറുവിലയായി കൊടുത്ത് നമ്മെ വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ പിശാചിൻ്റെ അടിമത്തത്തിൽ അല്ലെങ്കിൽ പിശാചിൻ്റെ അധീനതയിൽ നാം കിടക്കുമായിരുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശല്ലാതെ നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് പറയാം, എനിക്ക് പ്രശംസിപ്പാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അവർക്ക് പറ്റിയ വേറെ ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഈ ലോകത്തിൻ്റെ പ്രശംസയെ അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തിയെ അല്ലെങ്കിൽ സൈനിക ശക്തിയെ അല്ലെങ്കിൽ അതിലൊക്കെയായിരുന്നു അവരുടെ പ്രതീക്ഷകൾ. യേശുക്രിസ്തു രാജാവായി വരും, യേശുക്രിസ്തു അവർക്ക് വേണ്ടി റോമൻ ഭരണത്തിന് കീഴിലുള്ള അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ച് അവർക്ക് വേണ്ടി ഒരു രാജ്യം സ്ഥാപിച്ച് ആ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്ത് യേശുക്രിസ്തു രാജാവായി വാഴും. അവർക്ക് അത്രയുമേ കർത്താവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞുള്ളൂ. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് പീലാത്തോസിൻ്റെ അടുത്ത് യേശു ക്രിസ്തുവിനെ കൊണ്ടുപോയി. പീലാത്തോസ് കർത്താവിനെ ക്രൂശിച്ചപ്പോൾ അതിൻ്റെ കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചു, യഹൂദന്മാരുടെ രാജാവ്. യഹൂദ മത നേതൃത്വം വന്ന് പീലാത്തോസിനോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞു എന്ന് എഴുതി വെക്കുവാൻ അവർ പറഞ്ഞു. പ്രിയ സഹോദര സഹോദരി, പീലാത്തോസ് എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ എഴുതിയത് എഴുതി, അതിനി ആർക്കും മാറ്റുവാൻ കഴിയുകയില്ല. എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും കർത്താവ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അതാർക്കും മായ്ച്ചു കളയുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ആർക്കും എടുത്തുകൊണ്ട് പോകുവാൻ കഴിയുകയില്ല. ആമേൻ, സ്തോത്രം. ക്രിസ്തു എന്ന അതിമഹത്തായ നിധി അതാർക്കും അപഹരിച്ചു കൊണ്ടുപോകുവാൻ കഴിയുന്നതല്ല. ഇത്ര ദിവ്യമായ മഹത്വമേറിയ ഒരു സമ്പത്താണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതെന്ന് ഈ പകൽക്കാലം ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറട്ടെ. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാക്കുവാൻ വന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് ശിഷ്യന്മാർ വിചാരിച്ചത് അവര് ഇവിടെ യഹൂദന്മാർക്ക് മാത്രമായി ഒരു രാഷ്ട്രം മെനഞ്ഞെടുക്കുമെന്നായിരുന്നു. നമുക്കറിയാം, യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായിട്ടൊരു രാഷ്ട്രം ഇന്ന് ലോകത്തിൽ നിലവിലുണ്ട്. ഇസ്രായേൽ എന്നാണ് അതിന് പേര്. പക്ഷെങ്കിൽ
അവർക്ക് കാണുവാൻ കഴിയുന്നതിനപ്പുറമായ ഒരു നിത്യമായ സിയോൻ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി. അവർക്ക് ചിന്തിക്കുവാൻ, അവരുടെ ചിന്താമണ്ഡലത്തിൽ അവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമായതൊന്ന് അവർക്ക് വേണ്ടി ഒരുക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കി. അവർ മനസ്സിലാക്കിയപ്പോൾ അവരിൽ പലരും പറഞ്ഞു, തോമസ് ലീഹ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, നിന്റെ സന്നിധി വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിന്റെ പക്കൽ ജീവന്റെ മൊഴികളുണ്ട്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഒരു പാട്ടുകാരൻ ഇങ്ങനെ എഴുതി, എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഇനി ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ യേശു വരാ. എനിക്ക് തന്ന സകല നന്മകൾക്കും പകരമായി ഞാൻ എന്തു പറയേണ്ടു? ആ ഏറ്റവും വലിയ നന്മ എന്തായിരുന്നു? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ആ പാപികളിൽ പ്രധാനി ഞാനായിരുന്നു. ആ പാപികളിൽ പ്രധാനിയായിരുന്നു എന്നെ പാപമോചനം നൽകി വിശുദ്ധന്മാരുടെ പട്ടികയിലേക്ക് എന്നെ അവൻ ഉയർത്തി. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറഞ്ഞത്, എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഇനി ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ യേശു വരാ. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, അകാല പ്രജയാകാമായിരുന്ന എന്നെയും അവൻ കണ്ടു. ദാവീദ് രാജാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടതാ. സ്തോത്രം. ദാവീദ് രാജാവ് ഒരിക്കൽ ഇങ്ങനെ എഴുതി, നിന്റെ സന്നിധി വിട്ട് എനിക്ക് എവിടെ പോകുവാൻ കഴിയും കർത്താവേ? ഞാൻ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് ഭൂമിയുടെ അറ്റത്ത് ചെന്ന് പാർത്താലും അവിടെ തേടി വരുന്ന എൻ്റെ യേശുവിൻ്റെ കരം. പ്രിയ സഹോദര സഹോദരി, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആരെങ്കിലും വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ ഈ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ കരം നിന്നെ തേടി എത്തിയിട്ടുണ്ട്. നീ ആയിരിക്കുന്ന മുറിയിൽ യേശുവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. നീ ആയിരിക്കുന്ന കിടക്കയിൽ അവൻ്റെ സാന്നിധ്യം കടന്നു വന്നിട്ടുണ്ട്. നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, നിന്റെ മാനസികമായ വിഭ്രാന്തികളെ മാറ്റിത്തരുവാൻ, നിന്റെ അസ്വസ്ഥതകളെ മാറ്റിത്തരുവാൻ, നിന്റെ നിരാശകളെ മാറ്റിത്തരുവാൻ, നിന്നെ ഒന്ന് ബലപ്പെടുത്തുവാൻ, നിന്റെ നരിയാണികളെ ഒന്ന് ഉറപ്പിക്കുവാൻ അവൻ ഈ പകൽക്കാലം നീ ആയിരിക്കുന്ന മുറിയിൽ കടന്നു വന്നിരിക്കുക. യേശുവിനെ, ഈ കർത്താവിനെ, ഈ മശിഹായെ സ്വീകരിപ്പാൻ നീ തയ്യാറാണോ? എന്നെ ശ്രവിക്കുന്ന, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരന്മാരോ സഹോദരിമാരോ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇതാകുന്നു സദ്വർത്തമാന ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ പകൽക്കാലം അതൊന്ന് ഏറ്റെടുത്താട്ടെ, അതിനായിട്ടൊന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. അവൻ നിന്നെ അനുഗ്രഹിക്കും. ഒരിക്കലൊരു പാട്ടുകാരൻ ഇങ്ങനെ എഴുതി, അവൻ എൻ്റെ രക്ഷകൻ, അവൻ എനിക്കുള്ളവൻ, ബലമുള്ള ഗോപുരം, ആപത്തിൽ സങ്കേതം, അവൻ്റെ ചാരെ ഓടി അണയുന്ന എല്ലാവർക്കും അവൻ സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും, സൗഖ്യമായിരിക്കും, വിടുതലായിരിക്കും, ശക്തിയായിരിക്കും, പ്രത്യാശയായിരിക്കും. അവൻ ആശ്വാസം നൽകുന്നത്, വിശ്വാസത്തിന്റെ നായകനും സകലതും പൂർത്തീകരിക്കുന്നവനും, വിശ്വാസത്തിന്റെ നായകനും സകലതും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യാം. അതിനായിട്ട് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അവൻ്റെ സന്നിധിയിൽ ഒന്ന് ഈ പകൽക്കാലം സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ലോകം അതിൻ്റെ വാല്യൂസൊക്കെയും കളഞ്ഞിരിക്കുന്ന ഈ സമയത്ത്, ഹല്ലേലൂയ, 2000 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് നിനക്കും വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. അതോർത്തുകൊണ്ട്
ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് ഒന്ന് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പോൽക്കാലം ആരെങ്കിലും കർത്താവെ നിന്നെ രക്ഷിതാവായി സ്വീകരിക്കാതെ ഉണ്ടെങ്കിൽ അവർക്ക് നിന്നെ സ്വീകരിപ്പാൻ, കർത്താവിനെ സ്വീകരിപ്പാൻ, രക്ഷിതാവായി സ്വീകരിപ്പാൻ, കർത്താവിനെ ജീവിതത്തിലേക്ക് ക്ഷണിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കാവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കാവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ,